മൊഡ്യൂൾ 4 ഡിഫറൻസിയേഷൻ 2 ആണ്. ഇതിൽ ഡിഫറൻസിയേഷൻ സാധാ ഡിഫറൻസിയേഷനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. 4 സെക്ഷൻസാണ് ഈ മൊഡ്യൂളിലുള്ളത്. ആദ്യത്തെ സെക്ഷൻ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ ഓഫ് ഫങ്ഷൻസ് നേരത്തെ നമ്മൾ കണ്ടത് d/dx ഓഫ് e⁻x. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാലോ. എന്തായിരിക്കും ആൻസർ? അത് e⁻x തന്നെയാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ d/dx ഓഫ് sin x നിങ്ങൾക്ക് അറിയാലോ, അത് cos x ആണ്. അതുപോലെ നിങ്ങൾക്കറിയാം d/dx ഓഫ് cos x മൈനസ് sin x ആണ്. അപ്പോൾ ഈ ഫങ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സ് നമുക്കറിയാം. ഇനി ഈ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പഠിക്കുക. ഓക്കെ, അതിന് എക്സാമ്പിളാണ് d/dx ഓഫ് e⁻2x. ഇതിന് സിംപ്ലി അതിനെ പറയുകയാണെങ്കിൽ e⁻xൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, അത് e⁻x ആണെന്ന്. e⁻2xൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്താണ്? e⁻2x അല്ലേ? അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും 2xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട്. d/dx ഓഫ് 2x കൊണ്ട് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് e⁻2xൻ്റെ ഡെറിവേറ്റീവ് e⁻2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവാണ്. ഇനി ഫൈനലി ആൻസർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: e⁻2x ഇൻറ്റു d/dx ഓഫ് 2x എന്താ? ഡെറിവേറ്റീവ് ഓഫ് 2x, അത് 2 ആണ്. ഇപ്പോൾ നമുക്ക് ആൻസറായി. ഇതിൻ്റെ തിയറി അല്ല ഞാനിപ്പോൾ പറയുന്നത്, പ്രോബ്ലം ചെയ്യാനുള്ള ഐഡിയ ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സിമ്പിൾ പ്രോബ്ലംസ് ഇങ്ങനെ പഠിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തിയറി വെച്ചിട്ട് പഠിക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് sin 2x. ഞാൻ 2x തന്നെ എടുക്കുകയാണേ. d/dx ഓഫ് sin x നമ്മൾ എന്താ പഠിച്ചത്? cos x എന്നല്ലേ? അപ്പോൾ d/dx ഓഫ് sin 2x cos 2x ആണ് അല്ലേ? അപ്പം അത് വെച്ച് നിർത്തരുത്. ഇൻറ്റു d/dx ഓഫ് 2x ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ cos 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആൻസറായി. ഓക്കെ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. d/dx ഓഫ് log x². നമുക്ക് ഓൾറെഡി അറിയാലോ d/dx ഓഫ് log x എന്താണെന്ന് അറിയാം, 1/x ആണ് അല്ലേ? അപ്പോൾ ലോഗ് എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് x² ആണ്. അപ്പോൾ 1/x² എന്നെഴുതി. x² ഡെറിവേറ്റീവ് നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. ലോഗ് x ആയപ്പോൾ 1/x എന്ന് എഴുതിയാൽ മതി. ലോഗ് x² ആയപ്പോൾ 1/x² ഇൻറ്റു d/dx ഓഫ് x² കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/x² എടുത്ത് എഴുതി ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x. ഇനി അതിൻ്റെ സിമ്പിൾ ഇത് ചെയ്താൽ മതി. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ തിയറിയിലേക്ക് വരാം. d/dx ഓഫ് log x² എന്നല്ലേ ഞാൻ നേരത്തെ എഴുതിയത്? x² ഒരു ഫങ്ഷനാണ്, ലോഗും ഒരു ഫങ്ഷനാണ്. ഞാൻ ഇതിനെ മാറ്റാൻ പോവുകയാണ്. d/dx ഓഫ് log u എന്നാക്കി. അതായത് x² പകരം ഞാൻ u എന്നാക്കി. ഓക്കെ, അപ്പോൾ d/dx ഓഫ് log u എന്ന ക്വസ്റ്റ്യൻ മാറി. d/dx ഓഫ് log u എന്ന ക്വസ്റ്റ്യൻ മാറി. നമുക്കൊരിക്കലും യുവിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. യുവിൽ കിടക്കുന്ന ഒരു ഫങ്ഷന് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് യുവിലുള്ള ഒരു ഫങ്ഷനാണ്. യു എക്സിൻ്റെ ഒരു ഫങ്ഷനാണ്. അങ്ങനെയാണ് വരിക. അതായത് d/dx ഓഫ് യുവിലുള്ള ഒരാൾ യു പിന്നെ എക്സിലുള്ള ആളാവും അല്ലേ? d/dx ഓഫ് log u ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ d/du ഓഫ് log u ചെയ്തതിന് ശേഷം യുവിന് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കാരണം യു ആണ് എക്സിലുള്ളത്, യു എക്സിലാണോ ഉള്ളത്. അപ്പോൾ du ഓഫ് log u എന്ന് പറഞ്ഞാൽ 1/u അല്ലേ? ഇൻറ്റു du/dx അത് നമ്മൾ കണ്ടുപിടിക്കണം.
അത് നമുക്ക് മേലെ കണ്ടുപിടിക്കാം. du/dx എന്താ? u = x² ആണെങ്കിൽ du/dx 2x ആണ്. 2x എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. du/dx ഓഫ് യുവിന് പകരം 2x എന്ന് എഴുതി. അവസാനത്തെ സ്റ്റെപ്പിൽ യു എല്ലാം മാറ്റണം. 1/u എന്ന് പറഞ്ഞാൽ u x² ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. u = x² ആ സർക്കിൾ ഇട്ടേക്കണ കണ്ടോ? അപ്പോൾ 1/uവിന് പകരം x² കൊടുത്തു, 2x എടുത്തെഴുതി. ഇത് തന്നെയല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴും ആൻസർ കിട്ടിയത്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ d/dx ഓഫ് log x³ ആയിരുന്നു നിങ്ങൾക്ക് കാണേണ്ടിയിരുന്നതെങ്കിൽ നമുക്ക് log xൻ്റെ അറിയാം. log xൻ്റെ ഡിഫറൻഷ്യൽ അറിയാം അല്ലേ? അത് 1/x³ ആണ്. 1/x ആണ്. log xൻ്റെ d/dx ഓഫ് log x എന്നാൽ അത് 1/x ആണ്. അപ്പോൾ x³ 1/x³ ആണ്. അവിടെ വെച്ച് നിർത്തരുത്. ഓക്കെ, എക്സിന് പകരം x³ എടുക്കുന്നു, ഈ എക്സിന് പകരവും ഈ എക്സിന് പകരം x³ എടുക്കുന്നു, ഈ എക്സിന് പകരം ഇവിടെ x³ എടുക്കുന്നു. അത് വെച്ച് നിർത്തരുത് എന്നാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇൻറ്റു d/dx ഓഫ് x³ എന്നുകൂടെ ആഡ് ചെയ്യണം. അതായത് 1/x³ ഇൻറ്റു 3x²ൻ്റെ x³ ഡെറിവേറ്റീവ്. ഇതായത് d/dx ഓഫ് x³ എന്താ? 3x². ഇനി ക്യാൻസൽ ചെയ്യാം. 3/x എന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ, കാരണം മുകളിൽ 2x ഉണ്ട്, താഴെ 3x ഉണ്ട്. കൂടുതൽ താഴെ ആയതുകൊണ്ട് അവിടെ x ഇട്ടിട്ട് ബാക്കി 2x നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ ലോഗിന് ഇനി x³ x² ഒരെണ്ണം കൂടെ ലോഗ് വെച്ചിട്ട് കാണിക്കാം. d/dx ഓഫ് log 3x. ഇവിടെയും അതേ ലോജിക്കാണ്. log xൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ log 3xൻ്റെ ആണെങ്കിൽ 1/3x. നിർത്തരുത്, d/dx ഓഫ് 3x കൂടെ ചെയ്യണം. അതായത് 1/3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3. 3യും 3യും ക്യാൻസൽ ചെയ്തു, 1/x ആണ് ആൻസർ. ഓക്കെ, ഇതേ ഐഡിയയിൽ എല്ലാ ഫങ്ഷൻസും നമുക്ക് ചെയ്യാം. ഇനി സൈൻ വെച്ചിട്ടുള്ളത് നോക്കാം. ആദ്യം നമ്മൾ d/dx ഓഫ് sin x അറിയാലോ, ഡയറക്റ്റ്ലി cos x ആണ്. ഓക്കെ, അപ്പോൾ d/dx ഓഫ് sin 2x ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. sin 2x ആവുമ്പോൾ cos 2x ഇൻറ്റു d/dx ഓഫ് 2x അല്ലേ? cos 2x ഇൻറ്റു d/dx ഓഫ് 2x എന്താണ്? 2 ആണ്. കഴിഞ്ഞു. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. d/dx ഓഫ് സൈൻ ഓഫ് x³ ആണ്. x³ ആണ്. അപ്പോൾ എന്താ ചെയ്യുക? സൈൻ x³ cos x³ ആണല്ലോ, ഇൻറ്റു d/dx ഓഫ് x³. ഈ സ്റ്റെപ്പാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ cos x³ ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² അവിടെ കഴിഞ്ഞു. ഇനി ഇതാണെങ്കിലോ d/dx ഓഫ് cos x². cos xൻ്റെ ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് cos x മൈനസ് സൈൻ x ആണ്. അപ്പോൾ d/dx ഓഫ് cos x² മൈനസ് സൈൻ x² ഇൻറ്റു ഒരു കാര്യം ഇവിടെ ചെയ്യണമല്ലോ, d/dx ഓഫ് x² കൂടെ ആഡ് ചെയ്യണം. മൈനസ് സൈൻ x² ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. ഇത്രയുമാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ ഈ ഐഡിയയിൽ പോയാൽ മതി. തിയറി എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. d/dx ഓഫ് യുവിൻ്റെ ഫങ്ഷൻ ഓഫ് യുവിന് നമുക്കൊരിക്കലും ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ d/du ഓഫ് f ഓഫ് യു ചെയ്തിട്ട് യുവിന് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളില്ലേ, d/dx ഓഫ് സൈൻ യു ഫങ്ഷൻ ഓഫ് യു ആണ്. അപ്പോൾ നമ്മൾ ആദ്യം d/du ഓഫ് സൈൻ യു ചെയ്തിട്ട് പിന്നീടാണ് യുവിനെ എക്സ് വെച്ച് ചെയ്യുക. അപ്പോൾ യു എന്ത് വേണമെങ്കിലും ആകാം. x² ആകാം, ചിലപ്പോൾ x³ ആകാം, ചിലപ്പോൾ x⁴ ആകാം, 2x ആകാം, 3x ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ആ എക്സാമ്പിൾസാണ് നമ്മളിവിടെ കണ്ടത്.
എക്സ് സ്ക്വയർ ആയ സമയത്ത് സൈൻ ചെയ്തപ്പോൾ എക്സ് ക്യൂബ് ആയ സമയത്ത് ആദ്യം സൈൻ യുവിനെ ചെയ്തു. അപ്പം എക്സ് ക്യൂബിന് വരെ യു ആണല്ലോ. അതിന് ചെയ്തതിന് ശേഷമാണ് എക്സ് ക്യൂബിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമ്പിൾസ് ഇട്ട് നോക്കാം. ഞാൻ എക്സാമ്പിൾസ് തരാം. ഇപ്പോൾ d/dx ഓഫ് √2x+3. നിങ്ങൾക്കറിയാലോ d/dx ഓഫ് √x എന്താണ്? 1/2√x. ഇവിടെ ആണെങ്കിൽ √xന് പകരം എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് 2x+3 ആണ്. കണ്ടോ? അപ്പോൾ നോക്കിയേ, 1/2√2x+3 എന്ന് ആദ്യം എഴുതി. അത് വെച്ച് നിർത്തരുത്. d/dx ഓഫ് എക്സിന് പകരം കിടക്കുന്നത് 2x+3 ആണ്. അപ്പോൾ 1/2√2x+3 ഇൻറ്റു d/dx ഓഫ് 2x+3 എന്നാൽ 2xൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 0. അതായത് 1/2√2x+3 ഇൻറ്റു 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ആൻസർ 1/√2x+3. കണ്ടോ? ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് e⁻x². e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ്? e⁻x ആണ്. അപ്പോൾ e⁻x²ൻ്റെ ഡെറിവേറ്റീവ് e⁻x² ഇൻറ്റു നിർത്തരുത്, d/dx ഓഫ് x² കൂടെ ആഡ് ചെയ്യാം. നേരത്തെ ആണെങ്കിൽ ഡയറക്റ്റ്ലി e⁻x എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. e⁻x² ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇനി നോക്കിയേ മറ്റൊരു എക്സാമ്പിൾ. d/dx ഓഫ് e⁻3x+2. e⁻xൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ e⁻x ആണ്. അപ്പോൾ e⁻2x. 3x+2ൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ e⁻3x+2. നിർത്താമോ? ഇല്ല. d/dx ഓഫ് 3x+2 കൂടെ ആഡ് ചെയ്യണം. e⁻3x+2 ഇൻറ്റു 3x+2ൻ്റെ ഡെറിവേറ്റീവ് 3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിംപ്ലി ഇത്രയും ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള ഐഡിയ. അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് തരാം. നോക്കിയേ. y = x² ഇൻറ്റു log x² എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy/dx. മറ്റൊരു ക്വസ്റ്റ്യൻ y = √2x+3 ഡിവൈഡഡ് ബൈ e⁻x². ഓക്കെ, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ, ഒന്നാമത്തത് പ്രൊഡക്റ്റ് റൂളാണ്. ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ കോഷൻ റൂൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. x² എന്നുള്ളൊരു ഫംഗ്ഷൻ ഒന്നാമത്തത്, log x² എന്നുള്ള രണ്ടാമത്തത്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. y = x² ഇൻറ്റു log x² ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യണ പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d/dx ഓഫ് log x² പ്ലസ് log x² ഇൻറ്റു d/dx ഓഫ് x². പ്രൊഡക്റ്റ് റൂള് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതും ആൻസർ ചെയ്യണം. ഈ രണ്ടാമത് കിടക്കുന്നതില്ലേ x²ൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാലോ, 2x ആണെന്ന്. ബാക്കിയുള്ള x² ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. d/dx ഓഫ് log x² നമ്മൾ പഠിച്ചില്ലേ നേരത്തെ. log x ആയിരുന്നെങ്കിൽ 1/x എന്ന് എഴുതാം. log x² ആണെങ്കിൽ 1/x² എന്ന് എഴുതിയതിന് ശേഷം d/dx ഓഫ് x² എന്ന് എഴുതാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിവിടെ നിന്ന് നമുക്ക് മാറ്റാം. ലൈക്ക് x² എന്ന് എഴുതി ഇത് നമുക്ക് താഴേക്ക് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
d/dx ഓഫ് ലോഗ് എക്സ് സ്ക്വയർ എന്നുള്ളത് താഴേക്ക് എടുത്ത് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. ലോഗ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x² ഇൻറ്റു d/dx ഓഫ് എക്സ് സ്ക്വയർ എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ 1/x² ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ അതിൻ്റെയും ആൻസർ എന്താ? താഴെ 2x ഉണ്ട്, മുകളിൽ ഒരു x ഉണ്ട്. അപ്പോൾ മുകളിൽ 2 ഉണ്ട്, താഴെ ഒരു x ഉണ്ട്. x 2/x. രണ്ടാമത് എടുക്കുന്നത് നോക്കി d/dx ഓഫ് എക്സ് സ്ക്വയർ. അത് ഞാനിവിടെ ചെയ്യാം. d/dx ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി 2x എന്ന് എഴുതിയാൽ മതി. ഇത് രണ്ടും നമുക്ക് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d/dx ഓഫ് ലോഗ് എക്സ് സ്ക്വയറിൻ്റെ ആൻസർ ഇൻറ്റു 2/x എന്നാണ്. പ്ലസ് ഇറക്കി എഴുതി, ലോഗ് എക്സ് സ്ക്വയർ ഇറക്കി എഴുതി, ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇത്രയും മതി ആൻസറായിട്ട്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് റൂൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? അറിയാത്ത ആൻസറുകൾ വേറെ ആക്കി എഴുതി നോക്കിയാൽ മതി. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ √2x + 3/e⁻x² എന്നല്ലേ. y = √2x + 3 /e⁻x² എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ e⁻xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് e⁻x തന്നെയാണ്. എന്താണ്? dy/dx കാണേണ്ടത്. ഇവിടെ കോഷൻ റൂളാണെന്ന് ഐഡൻറ്റിഫൈഡ് ആണല്ലോ. dy/dx കാണാൻ സെക്കൻഡ് ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് ഫംഗ്ഷൻ e⁻x² ആണ്. d/dx ഓഫ് √2x + 3 മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ 2x + 3 ഇൻറ്റു d/dx ഓഫ് e⁻x² ഡിവൈഡഡ് ബൈ e⁻x²ൻ്റെ ഹോൾ സ്ക്വയർ. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട. e⁻x² ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. നമുക്കിനി അറിയാത്തത് ഇതൊക്കെയല്ലേ. ഇതിൻ്റെ ആൻസറും നമുക്കറിയില്ല, ഇതിൻ്റെ ആൻസറും നമുക്കറിയില്ല. അപ്പം മൊഡ്യൂൾ 3 കോഷൻ റൂളിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ എഴുതാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. മൊഡ്യൂൾ 4 കോഷൻ റൂൾ വരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതെങ്ങനെയാണ്? നമുക്കത് മാത്രം മാറ്റിയിട്ട് എഴുതാം. ഇവിടെ ആൻസർ എഴുതാനൊരു സ്പേസ് വിട്ടിട്ട് നമ്മളത് മാത്രം മാറ്റി എഴുതും. d/dx ഓഫ് √2x + 3. ഞാൻ പറഞ്ഞല്ലോ d/dx ഓഫ് √x എന്തായിരുന്നു? √x വന്നാൽ അതിൻ്റെ ആൻസർ 1/2√x ആണ്. d/dx ഓഫ് √x അല്ലേ. അപ്പോൾ √2x + 3 വന്നാൽ എന്താണ്? 1/xന് പകരം കിടക്കുന്നത് കണ്ടല്ലോ, 2x + 3 ആണ്. 1/2√2x + 3 ആണ്. ഇൻറ്റു ഈ എക്സിന് പകരം കിടക്കുന്ന ആളാരാ? 2x + 3. അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ. നോക്കിയേ, 1/2√2x + 3 ഇൻറ്റു 2x + 3യുടെ ഡെറിവേറ്റീവ് അത് 2 ആണ് അല്ലേ. അപ്പോൾ ഈ 2ഉം 2ഉം വീണ്ടും ക്യാൻസൽ ചെയ്തു, 1/√2x + 3. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. ഇനി ആദ്യം ഏതിൻ്റെ ആൻസറാണ്? രണ്ടാമത് എടുക്കുന്ന d/dx ഓഫ് e⁻x²ൻ്റെ ആൻസറും കൂടെ അറിഞ്ഞാൽ മതി. d/dx ഓഫ് e⁻x². e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് പറഞ്ഞത്? e⁻x തന്നെയാണ്. x² അല്ലേ എക്സിന് പകരം കിടക്കുന്നത്. അപ്പോൾ e⁻x² ഡെറിവേറ്റീവ് e⁻x² തന്നെയാണ്. ഇൻറ്റു d/dx ഓഫ് x². ഇത് വിട്ടുപോകരുത്. ഓക്കെ, e⁻x² ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ രണ്ട് ആൻസറും നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതിയാൽ പോരെ. ഈ ആൻസറും എഴുതണം, ഈ ആൻസറും എഴുതാം. e⁻x² എന്ന് എഴുതി. ഇതിൻ്റെ ആൻസർ 1/2√2x + 3. 1/2 ഇല്ല കേട്ടോ, 2 നമ്മൾ വെട്ടിക്കളഞ്ഞല്ലോ. 1/√2x + 3 മൈനസ് √2x + 3ൻ്റെ മറ്റേ e⁻x²ൻ്റെ ആണെങ്കിൽ e⁻x² ഇൻറ്റു 2x. ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതും നമ്മൾ മാറ്റി എഴുതി, ഇതും നമ്മൾ രണ്ടാമത് എഴുതിയതാണ്.
ഡിവൈഡഡ് ബൈ എന്ത് വേണം ഇനി? ഡിവൈഡഡ് ബൈ e⁻x² ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ. 1-2 എക്സാമ്പിൾ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സീക്ക് x³. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. സീക്ക് x³ ആണെങ്കിൽ സീക്ക് x³ ഇൻറ്റു ടാൻ x³ നിർത്തരുത്, ഇൻറ്റു d/dx ഓഫ് x³ ചെയ്യണം. ഓക്കെ, സീക്ക് x³ ടാൻ x³ ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x². ഓക്കെ ആണല്ലോ. മറ്റൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. y = 2x + 3 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ dy/dx കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം y = x² ഡെറിവേറ്റീവ് അത് 2x എന്നല്ലേ. y = x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ y = 2x + 3 ഹോൾ സ്ക്വയർ. അതിൽ എക്സിന് പകരം കിടക്കുന്നത് ആരാണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ. എക്സിന് പകരം കിടക്കുന്നത് ഞാനൊന്ന് മായ്ച്ച് കാണിക്കാം. എക്സിന് പകരം കിടക്കുന്നത് ആളാരാണ്? 2x + 3 ആണ് അല്ലേ. ഇപ്പം നോക്കിയേ, y = x². അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എന്താണ് 2x എന്ന് എഴുതും. പക്ഷെ 2x അല്ലല്ലോ, നമുക്ക് വേണ്ടത് എന്താ? എക്സിന് പകരം ആരാണ്? 2x + 3 ആയിരുന്നില്ലേ. 2x + 3 ഹോൾ സ്ക്വയർ ആയാൽ 2xന് പകരം 2 × 2x + 3. ഓക്കെ, x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 2x + 3 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 × 2x + 3 നിർത്തരുത്, ഇൻറ്റു d/dx ഓഫ് 2x + 3. ഓക്കെ, അപ്പോൾ 2 × 2x + 3 ഇൻറ്റു 2x + 3 ഡെറിവേറ്റീവ്. 2x + 3 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2xൻ്റെ ഡെറിവേറ്റീവ് + 3 ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് 2 + 3 ഡെറിവേറ്റീവ് 0. ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. 2 × 2x + 3 × 2. ഇപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യാനായതുകൊണ്ട് മാത്രം ഞാൻ 4 × 2x + 3 എന്ന് എഴുതി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് y = ഞാൻ x² + x ഹോൾ ക്യൂബ് എന്ന് എഴുതി. അപ്പോൾ എക്സിന് പകരം കിടക്കുന്നത് x² + x എന്നാണ്. അപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യണ്ടേ? x² ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് x³ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 3x² എന്നാകുമായിരുന്നു. അപ്പോൾ x³ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 3 × x² + x ഹോൾ സ്ക്വയർ അല്ലേ. എക്സിന് പകരം x² + x ആണ് കിടക്കുന്നത്, ഇൻറ്റു d/dx ഓഫ് x² + x. ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കാം. 3 × x² + x ഹോൾ സ്ക്വയർ. പിന്നെ എന്താണ്? x² + x ഡെറിവേറ്റീവ് ഇത്രയും. അതായത് x² ഡെറിവേറ്റീവ് + x ഡെറിവേറ്റീവ്. x² ഡെറിവേറ്റീവ് 2x + x ഡെറിവേറ്റീവ് 1. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ പോളിനോമിയൽസിന് ഏത് വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. ഞാനൊരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. y = x + 3 ഹോൾ ക്യൂബ് ഹോൾ റൈസ് ടു 4. ഇതായാലോ dy/dx കാണുമ്പോൾ d/dx ഓഫ് x + 3 ഹോൾ റൈസ് ടു 4 എന്നാണ്. x⁴ ഡെറിവേറ്റീവ് എന്താ? 4x³ ഓക്കെ, ഇവിടെ ആവുമ്പോഴോ 4x + 3 ഹോൾ ക്യൂബ് നിർത്തരുത്, ഇൻറ്റു എക്സിന് പകരം x + 3 അല്ലേ, d/dx ഓഫ് x + 3. അപ്പോൾ 4 × എടുത്ത് താഴേക്ക് എഴുതുമ്പോൾ 4 × x + 3 ഹോൾ ക്യൂബ് ഇൻറ്റു x + 3 ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ്
3യുടെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 0 എന്ന് വെച്ചാൽ 1 തന്നെയല്ലേ. അപ്പോൾ ഇൻറ്റു 1 ആയതുകൊണ്ട് ആൻസർ ഞാൻ ബാക്കി ഇറക്കിയതാണ് 4 × x + 3 ഹോൾ ക്യൂബ്. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ 1/x + 3 ആണെന്ന് വിചാരിച്ചോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. y = 1/x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എക്സ് മുകളിലേക്ക് എടുത്തിട്ട് x⁻⁻1 എഴുതില്ലായിരുന്നു. അപ്പോൾ dy/dx എന്തായിരിക്കും? x⁻n ആണ്, n x⁻n−1, അതായത് -1 × -x⁻2 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് x + 3 ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം x + 3 ആണെങ്കിൽ ഈ എക്സിന് പകരം x + 3 എഴുതണ്ടേ. അപ്പോൾ dy/dx -x + 3 ഹോൾ ⁻2 നിർത്തരുത് അവിടെ വെച്ചിട്ട്, ഇൻറ്റു dy/dx of x + 3 ഈക്വൽ -x + 3 ഹോൾ ⁻2 ഇൻറ്റു x + 3യുടെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ആൻസർ എന്താ? -x + 3 ഹോൾ ⁻2. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു തവണ കൂടെ ചെയിൻ റൂൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ തിയറി ചെയിൻ റൂളാണ്. അതായത് d/dx ഓഫ് f(u) നമുക്ക് കാണണം. u ഒരു എക്സിൻ്റെ ഫങ്ഷനാണ്, f(x) ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം d/du ഓഫ് f(u) ചെയ്തിട്ട് വേണം du/dx ചെയ്യാൻ. ഇതാണ് ചെയിൻ റൂൾ. ഓക്കെ, u ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. നമുക്ക് f(u)ന് എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യണമെങ്കിൽ, d/dx ഓഫ് f(u) ചെയ്യണമെങ്കിൽ d/du ഓഫ് f(u) ചെയ്തതിന് ശേഷം മാത്രമേ du/dx ചെയ്യാവുള്ളൂ. ആ എക്സാമ്പിളാണ് d/dx ഓഫ് sin u. u ഒരു x² ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? sin uവിൻ്റെ ഡെറിവേറ്റീവ് യുവിൽ കാണണം. d/du ഓഫ് sin u ചെയ്തതിന് ശേഷം മാത്രമേ du/dx ചെയ്യാവുള്ളൂ. അതായത് d/du ഓഫ് sin u എന്താണ്? cos u ഇൻറ്റു ആണ് du/dx എന്താ? u x² അല്ലേ, 2x. അവസാനമാണ് നമ്മൾ cos യുവിന് പകരം x² × 2x എന്ന് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ തിയറി.